പാലാ സിവിൽ സ്റ്റേഷൻ വളപ്പിൽ പൊതുജനങ്ങൾക്കായി നിർമ്മിച്ച ശുചിമുറി സമുച്ചയം വർഷങ്ങൾ കഴിഞ്ഞിട്ടും തുറന്ന് പ്രവർത്തിക്കാത്തത് പ്രതിഷേധത്തിനിടയാക്കുന്നു. സിവിൽ സ്റ്റേഷന്റെ പിൻഭാഗത്ത് രജിസ്ട്രേഷൻ ഓഫീസിന് സമീപമായി 6 മുറികളോട് കൂടിയ കംഫർട്ട് സ്റ്റേഷൻ 2019 നവംബറിലായിരുന്നു നിർമ്മിച്ചത്. പാലാ നഗരസഭ ഏകദേശം 5 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ശുചിമുറി സമുച്ചയം നിർമ്മിച്ചത്. എന്നാൽ കംഫർട്ട് സ്റ്റേഷനിലേക്ക് വെള്ളവും വൈദ്യുതിയും എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ താലൂക്ക് അധികൃതരും നഗരസഭയും തമ്മിൽ ധാരണയിലെത്താത്തതാണ് ശുചിമുറി തുറക്കാൻ വൈകുന്നതെന്നാണ് പറയപ്പെടുന്നത്. ഒരു ബാത്റൂമുണ്ട്. 2019 5 ലക്ഷം രൂപ മുടക്കി ഇവിടെ വരുന്ന ആൾക്കാർക്ക് പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ശൗചാലയം 5 എണ്ണം പറഞ്ഞിട്ട് അന്ന് ഉദ്ഘാടനം ചെയ്ത് കേന്ദ്രമായിട്ട് ഉദ്ഘാടനം ചെയ്താലോ പേര് കൊത്തി വെച്ചാലാന്ന് ഇന്ന് വരെ ജനത്തിന് യാതൊരു പോരല്ലേ. ഇവർ കക്കൂസ് എന്തിനു വേണ്ടി നിർമ്മിച്ചു? ഇവരുടെ ആരും വീട്ടിൽ കാശാണോ? ഞാൻ പറഞ്ഞ ഇത്ര നഷ്ടം വരുത്തി വെച്ചാൽ അതിന് പണിത ആ കൗൺസിലർമാർ ഇത് നഷ്ടം ഈടാക്കണം. 6 വർഷം കഴിഞ്ഞു. 7-ാം വർഷമാണ്. 7 വർഷം പിന്നിട്ടും ജനത്തിന് ഉപകാരമില്ലാതെ ഇവിടെ നോക്കുകുത്തായി പണിത് വെച്ച് കാട് കയറി നശിച്ച് കിടക്കുന്ന ഈ അവസ്ഥയിൽ എത്തിച്ച ഇതിൻ്റെ ഭരണകർത്താക്കളിൽ നിന്നും ഇതിൻ്റെ നഷ്ടപരിഹാരം ഈടാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുന്ന കെട്ടിടം ഇപ്പോൾ കാട് പിടിച്ച് നശിക്കുന്ന അവസ്ഥയിലാണ്. സിവിൽ സ്റ്റേഷനിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന പൊതുജനങ്ങൾക്കും സ്ത്രീകൾക്കും മുതിർന്ന പൗരന്മാർക്കും ശുചിമുറിയുടെ അഭാവം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായും പരാതിയുണ്ട്. പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് ശുചിമുറി സമുച്ചയം അടിയന്തരമായി പ്രവർത്തന സജ്ജമാക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. i4A ന്യൂസ്, പാലാ.